ലൈംഗിക അതിക്രമങ്ങൾ നേരിട്ട കുട്ടികൾ മാനസികമായി ഭാവിയിൽ വേറെ ബുദ്ധിമുട്ടുമെന്നും ചിലപ്പോൾ കുറ്റവാളികൾ തന്നെയായി മാറുമെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു. കുട്ടികൾക്ക് നേരെയുള്ള ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് 10 വർഷം തടവാണ് ഈ നിയമം അനുശാസിക്കുന്നത്. നമ്മുടെ ഒരു പേടിയാകും കോടതിയിൽ വെച്ച് ഈ കുട്ടിയോട് ചോദ്യങ്ങൾ ചോദിച്ച് വക്കീലന്മാർ അല്ലെങ്കിൽ കോടതി ബുദ്ധിമുട്ടിക്കുമെന്ന്. പക്ഷേ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ അങ്ങനെ ഒരു ക്രോസ് വിസ്താരം ഇല്ല എന്നുള്ളതാണ് വസ്തുത. ആ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇനിയും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുവാനായിട്ട് അവരെ അനുവദിക്കാത്ത വിധത്തിൽ നിയമത്തിന് മുമ്പിൽ പിടിയിലാക്കുകയാണ് വേണ്ടതെന്ന് ഓർക്കുക. കുട്ടികളെ ഇഷ്ടമില്ലാത്തവരായി ആരും കാണിക്കുകയില്ല. കുട്ടികളെ ഓമനിക്കുവാൻ പലർക്കും ഇഷ്ടമാണ്. പക്ഷേ കുട്ടികൾക്ക് നേരെ ഒരു ലൈംഗിക അതിക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ അയ്യോ അത് മിണ്ടരുത് എന്ന് പറയുന്നവരാണ് ഏറെ അധികം പേരും. ഓർക്കുക, ഇന്നത്തെ കുട്ടികളാണ് നാളെ ഭാരതത്തെ നയിക്കേണ്ടത്. കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന ഓരോ അതിക്രമങ്ങളും അവരെ മാനസികമായി തളർത്തുന്നുണ്ട്. മാത്രമല്ല, ലൈംഗിക അതിക്രമങ്ങൾ നേരിട്ട കുട്ടികൾ മാനസികമായി ഭാവിയിൽ വേറെ ബുദ്ധിമുട്ടുമെന്നും ചിലപ്പോൾ കുറ്റവാളികൾ തന്നെയായി മാറുമെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു. അതെ, കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങളെ എതിർക്കുവാനായിട്ട്, അതിനെ പ്രതിരോധിക്കുവാനായിട്ട് ശക്തമായ നിയമങ്ങളാണ് ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുക. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങളെ കുട്ടികളുടെ അവകാശ ചാർട്ടറിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഒപ്പുവെച്ചത് 1992 അതിനു വേണ്ടിയിട്ടുള്ള ഒരു നിയമം ഇന്ത്യയിൽ പാസ്സാക്കിയത് 2012 പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്ന നിയമത്തോടു കൂടിയാണ്. പോക്സോ ആക്ട് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പത്രത്താളുകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു നിയമം. അതെ, പത്രത്താളുകൾ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, എപ്പോഴും എന്നും എവിടെയും കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ലൈംഗിക അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എങ്ങനെയാണ്. ഇന്ന് പോക്സോ ആക്ടിനെ പറ്റിയാണ് ലീഗൽ പാർട്ട് ചർച്ച ചെയ്യുക. ലൈംഗിക അതിക്രമം എന്ത് എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ അകപ്പെട്ടവർ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുക. ഒന്നോർക്കുക, കുട്ടികൾക്ക് നേരെയുള്ള ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് 10 വർഷം തടവാണ് ഈ നിയമം അനുശാസിക്കുന്നത്. അത് ജീവപര്യന്തം തടവ് വരെ പോകാം. അതുമാത്രമല്ല, ചെറിയ ഉപദ്രവങ്ങളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കുട്ടികളെ ലൈംഗികമായിട്ട് ചില വാക്കുകളിലൂടെ ഉപദ്രവിക്കുക, ലൈംഗികമായി ചേഷ്ടകൾ കാണിക്കുക, ചില അവയവങ്ങൾ കാണിക്കുക, അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള അശ്ലീലപരമായിട്ടുള്ള ചില വീഡിയോകൾ കുട്ടികളെ കാണിക്കുക, കുട്ടികളുടെ ചില ചിത്രങ്ങൾ എടുത്തിട്ട് ലൈംഗികമായിട്ട് ചിന്തയോടുകൂടി അത് മറ്റ് പ്രചരിപ്പിക്കുക തുടങ്ങിയവയെല്ലാം തന്നെ കുറ്റകരമായിട്ടാണ് ഈ നിയമം വിവക്ഷിക്കുക. ഇങ്ങനെ ചെറുതെന്ന് ഈ സമൂഹം വിലയിരുത്തുന്ന കുറ്റകൃത്യങ്ങൾ പോലും ചെയ്തു കഴിഞ്ഞാൽ 3 വർഷം വരെ തടവ് ഈ നിയമം അനുശാസിക്കുന്നു. കുട്ടികൾക്ക് നേരെയുള്ള ഏത് അതിക്രമങ്ങളും തെറ്റാണ് എന്ന് അറിയുക. മാത്രമല്ല, പോണോഗ്രാഫിക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കുട്ടികളെ ഉപയോഗിക്കുന്നത് അത് നിയമപരമായി തടഞ്ഞിരിക്കുന്നു. അതും ശിക്ഷാർഹമാണ്. കുട്ടികളെ ഉപയോഗിച്ചുള്ള പോണോഗ്രാഫികൾ, നീല ചിത്രങ്ങൾ ഫോണിൽ സൂക്ഷിക്കുന്നതും കുറ്റകരമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇത് മാത്രമല്ല, കുട്ടികളുടെ സംരക്ഷണത്തിനായിട്ട് മീഡിയയ്ക്കും ഒരു ഗൈഡ് ലൈൻ ഈ നിയമം കൊടുക്കുന്നുണ്ട്. ഒരു അതിക്രമത്തിൽ അകപ്പെട്ട ഒരു വിക്ടിം, ആ വിക്ടിമിൻ്റെ പേര് പുറത്ത് പറയാതിരിക്കുവാനായിട്ട്, അവരുടെ ഫോട്ടോകൾ പുറത്ത് കൊടുക്കുവാനിരിക്കാനായിട്ട്, അവരുടെ ഐഡൻറ്റിറ്റി പേര് മാത്രമല്ല അവരെ തിരിച്ചറിയുന്ന യാതൊരുവിധ രേഖകളും പുറത്തു വരാതിരിക്കുവാനായിട്ട് മീഡിയകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കരുതൽ നിയമം പറയുക? പലപ്പോഴും കുട്ടികളുടെ ഭാവി പോകുമെന്ന് കരുതിക്കൊണ്ടോ അല്ലെങ്കിൽ ഇത് പുറത്തറിയുമെന്നോ അറിഞ്ഞുകൊണ്ടാണ് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെ നാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാതിരിക്കുക. പക്ഷേ തിരിച്ചറിയുക, ഒരു കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പൂർണ്ണ സംരക്ഷണമാണ് ഈ നിയമം അനുശാസിക്കുന്നത്. അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്ന കാലഘട്ടം മുതൽ അവർ വിസ്തരിക്കുന്ന കാലഘട്ടത്തായിട്ട് കേസിൻ്റെ ഓരോ നടപടിക്രമങ്ങളിലും മറ്റു കേസുകളിലല്ലാതെ പ്രത്യേകമായിട്ട് കുട്ടികളുടെ സൗഹൃദമായ രീതിയിലേക്കുള്ള, അവർക്ക് പേടിപ്പിക്കുന്ന രീതിയിലില്ലാത്ത, കോടതിയുടെ അന്തരീക്ഷം പോലും ഇല്ലാത്ത വിധത്തിലുള്ള നിയമപ്രക്രിയയാണ് ഈ നിയമം അനുശാസിക്കുക. നിങ്ങൾക്ക് കുടുംബത്തിൽ നിന്നായിക്കോട്ടെ, സ്കൂളിലായിക്കോട്ടെ, യാത്രകളിലായിക്കോട്ടെ ഒരു അതിക്രമം നേരിട്ടു എന്ന് കരുതുക. എന്താണ് ചെയ്യേണ്ടത്? പോലീസ് സ്റ്റേഷനിൽ പോകുവാൻ പേടിയുണ്ട് എങ്കിൽ ചൈൽഡ് ലൈനിൻ്റെ 1098
1098 എന്ന നമ്പറിലേക്ക് നിങ്ങളെ വിളിക്കാം. അവരുടെ കുട്ടികളുടെ കൗൺസിലേഴ്സ് ഉണ്ട്. അവർ നിങ്ങളുടെ അടുത്ത് വന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെന്നറിയും. വിവിധ നിയമകേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുവാനായിട്ട് അവർ തയ്യാറാകും. ഇനി അല്ല, മറ്റൊരു കാലഘട്ടമാണ് ഉണ്ടാകുന്നതെങ്കിൽ, അതിനുള്ള സാഹചര്യമില്ല എങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം വന്നു കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരുമെന്ന്. അങ്ങനെയല്ല നിയമം പറയുക. കുട്ടികൾക്ക് നേരെയുള്ളൊരു അതിക്രമം, ഒരു പീഡനം, ലൈംഗിക പീഡനം നടന്നു വന്നു കഴിഞ്ഞാൽ അതാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങൾ നോക്കിയ ശേഷം കുട്ടികളുടെ വീട്ടിൽ തന്നെ വന്നുകൊണ്ട് കാര്യങ്ങൾ എഴുതിയെടുക്കുവാനായിട്ട്, മൊഴി എഴുതിയെടുക്കുവാനായിട്ട് ബാധ്യസ്ഥരാണ്. അപ്പോൾ ഓർക്കും, അതിനേക്കാളും വലിയ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിനേക്കാൾ പാടല്ലേ പോലീസുകാർ യൂണിഫോമിൽ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താകും അവസ്ഥയെന്ന്. പക്ഷേ അറിയുക, നിയമം അനുശാസിക്കുന്ന പ്രകാരം ഒരു കുട്ടിയുടെ മൊഴിയെടുക്കുവാനായിട്ട് ഒരു വീട്ടിലേക്ക് പോലീസുകാർ വരുന്നുണ്ടെങ്കിൽ അത് പോലീസാണെന്ന് അറിയാത്ത രീതിയിൽ യൂണിഫോം ഇടാതെ വേണം വരുവാനായിട്ട്. അതുപോലെ കുട്ടികളെ ചോദ്യം ചെയ്യുമ്പോഴാണെങ്കിൽ പോലും വളരെ കുട്ടികളുടെ ഭാഷയിൽ തന്നെ അത് രേഖപ്പെടുത്തുവാനാണ് നിയമം അനുശാസിക്കുന്നത്. കോടതിയിൽ ഇവരുടെ മൊഴിയെടുക്കുമ്പോഴത്തേക്കിന് ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായ രീതിയിൽ, അതായത് വക്കീലന്മാരുടെ പോലും ചോദ്യശരങ്ങളിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തുന്ന രീതിയിലാണ് നിയമം അനുശാസിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള കോടതികൾ തന്നെ നിയമപ്രകാരം, പോക്സോ കോടതികൾ തന്നെ നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ കുട്ടികളുടെ മുഖം പോലും മറ്റൊരാൾക്ക് കാണുന്ന വിധത്തിലല്ല കാര്യങ്ങൾ സജ്ജീകരിച്ചിരിക്കുക. ഒരു മറയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് കോടതിയോട് മൊഴി പറയുവാനായിട്ട് സാധിക്കുന്ന അവസ്ഥ. ആ ഭിത്തികളിലൊക്കെ കുട്ടികളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ളതല്ല, കുട്ടികളുടെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പടങ്ങളൊക്കെ വരച്ച അങ്ങനെ കുട്ടികളുടെ സൗഹൃദമായ രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് ഇങ്ങനെയുള്ള പ്രത്യേക കോടതികളിൽ ചിത്രീകരിച്ചിരിക്കുക, ഉണ്ടാക്കി എടുത്തിരിക്കുക. ഇനി അതല്ല, കോടതിയിലേക്ക് തന്നെ വരുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറയുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഭാഷാപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ ഇൻ്റർപ്രട്ടേഴ്സിനെ വിടുവാനായിട്ട്, അതല്ലെങ്കിൽ തർജ്ജമയ്ക്ക് വേണ്ടിയിട്ട്, കോടതിയെ സഹായിക്കുവാനായിട്ട്, തർജ്ജമ ചെയ്യുവാനായിട്ട് ഉള്ള ആൾക്കാരെ വെക്കുവാനായിട്ടും നിയമം അനുശാസിക്കുന്നുണ്ട്. നമ്മുടെ ഒരു പേടിയാകും, കോടതിയിൽ വെച്ച ഈ കുട്ടിയോട് ചോദ്യങ്ങൾ ചോദിച്ച വക്കീലന്മാർ അല്ലെങ്കിൽ കോടതി ബുദ്ധിമുട്ടിക്കുമെന്ന്. പക്ഷേ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ അങ്ങനെ ഒരു ക്രോസ് വിസ്താരം ഇല്ല എന്നുള്ളതാണ് വസ്തുത. കുട്ടികളെ അവരുടേതായ രാജ്യയിൽ കൊണ്ട് സത്യം പറയുവാനായിട്ട് വിടുന്നു. എഴുതി ചോദിക്കുന്ന അല്ലെങ്കിൽ അവരെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ചോദ്യങ്ങളോ ഒന്നും കോടതി അനുവദിക്കുന്നതല്ലാത്ത ഒരു ചോദ്യങ്ങളും തന്നെ കുട്ടികളോട് ചോദിക്കില്ല എന്നുള്ളതാണ് വസ്തുത. അതേ, കുട്ടികൾ പേടിക്കാണ്ടാത്ത രീതിയിൽ നാളുകളിൽ അവരുടെ പേര് ഇങ്ങനെ ഒരു കേസിൽ ബന്ധപ്പെട്ടു എന്നറിയാത്ത രീതിയിലാണ് ഇതിൻ്റെ നിയമ സംവിധാനങ്ങൾ ഇതിനെ രൂപപ്പെടുത്തിയിരിക്കുക. വിധിയിൽ പോലും കുട്ടികളുടെ പേരുകൾ മാറ്റിവെച്ചുകൊണ്ടായിരിക്കും. കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ ഒരു കേസിൽ അകപ്പെട്ടു അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായി എന്ന കാരണം കൊണ്ട് നാളെ കുട്ടിയുടെ ഭാവിയെ ബാധിക്കരുത് എന്ന ചിന്തയോടുകൂടിയാണ് ഈ നിയമപ്രകാരമുള്ള, പോക്സോ നിയമപ്രകാരമുള്ള ഓരോ നടപടിയും നിയമം മൂലം രാജ്യം ഉണ്ടാക്കി വച്ചിരിക്കുക. പേടിക്കേണ്ട കാര്യമില്ല. കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി നിങ്ങൾ പരാതി പറഞ്ഞിട്ട് ആ പരാതി പറഞ്ഞവർ കേസെടുക്കുന്നില്ലെങ്കിൽ എന്താകും? പോലീസാണെങ്കിലും അധ്യാപകരാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾക്ക് സേവനങ്ങൾ അനുഷ്ഠിക്കുന്ന ഏതെങ്കിലും സ്ഥാപനമാണെങ്കിലും മതസ്ഥാപനങ്ങളാണെങ്കിലും ഏതെങ്കിലും ആണെങ്കിലും കുട്ടികൾക്ക് നേരെയുള്ള ഒരു ലൈംഗിക അതിക്രമം അറിഞ്ഞിട്ട് അത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അതും കുറ്റകൃത്യമാണ് എന്ന് തിരിച്ചറിയുക. അധ്യാപകരും മറ്റുള്ളവരുമൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മാതാപിതാക്കളാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മൂടി വെക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു പ്രവണത വരുന്നുണ്ട്. ആ പ്രവണത ഇല്ലാതാക്കുവാനായിട്ടാണ് പറയുക, നിങ്ങൾ കുറ്റകൃത്യം നടന്ന കേന്ദ്രങ്ങൾ അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഒരു കുറ്റവാളിയാക്കി മാറ്റി എന്ന് വരാം. ഇനി വീട്ടിൽ നിന്ന് തന്നെയാണ് പീഡനങ്ങൾ ഏറ്റെടുത്ത് വരിക. കുട്ടികൾക്ക് താമസിക്കുവാൻ മറ്റ് സാഹചര്യമില്ല എങ്കിൽ കുട്ടികളെ താമസിപ്പിക്കുവാനായിട്ടുള്ള താമസ ഇടങ്ങൾ ഒരുക്കുവാനായിട്ടും സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പോലീസ് റിപ്പോർട്ട് ചെയ്യുവാനായിട്ട്, നിയമപരമായിട്ട് അതോറിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യുവാനായിട്ട് മടിക്കേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. മറ്റു നിയമങ്ങളുടെ പോലെ നൂലാമാലകളില്ലാതെ, പേടിപ്പെടുത്തുന്ന കാര്യങ്ങളില്ലാതെ, അല്ലെങ്കിൽ അതിൻ്റെ അത് ചുവപ്പ് നാടകളില്ലാതെ ഏറ്റവും സൗഹൃദമായ രീതിയിൽ കുട്ടികൾക്കൊപ്പം നിന്നുകൊണ്ട് അവരിൽ ഒരാളായി അവരെ കേട്ടുകൊണ്ട് നിൽക്കുന്ന പോലീസ് സംവിധാനവും കോടതി സംവിധാനവും വക്കീൽ സംവിധാനവും, ഇനി വിക്ടിമിന് വേണ്ടിയിട്ട് തന്നെ ഈ നിയമ സംവിധാന പ്രകാരം വിക്ടിമിന് ഇതിൽ ആരാണോ ഇതിൻ്റെ അകത്ത് ബുദ്ധിമുട്ട് നേരിട്ട് അവർക്ക് വേണ്ടിയിട്ട് സഹായിക്കുവാനായിട്ട് സർക്കാർ ചെലവിൽ തന്നെ അഭിഭാഷകരെ നിയമിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിലെ
ആൾക്കാർക്ക് മറ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടെങ്കിൽ, കൗൺസിലിങ്ങിൻ്റെ കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാം ചെയ്യുവാനായിട്ടും നിയമ സംവിധാനങ്ങളുണ്ട്. ഓർക്കുക, ആദ്യം പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾ നമ്മുടെ സമ്പത്താണ്. അവർക്ക് നേരെ അതിക്രമങ്ങളുണ്ടായാൽ, പീഡനങ്ങളുണ്ടായാൽ, ലൈംഗിക ചൂഷണങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ അത് മറച്ചു വയ്ക്കുകയല്ല വേണ്ടത്. ആ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇനിയും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുവാനായിട്ട് അവരെ അനുവദിക്കാത്ത വിധത്തിൽ നിയമത്തിന് മുമ്പിൽ പിടിയിലാക്കുകയാണ് വേണ്ടതെന്ന് ഓർക്കുക. മറ്റൊരു കാര്യം കൂടി, 1000 കുറ്റവാളികൾ നഷ്ടപ്പെട്ടാലും ഒരു നിരപരാധി നഷ്ടപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നാണ് അടിസ്ഥാന പ്രമാണം. പക്ഷേ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, പോക്സോ ആക്ട് പ്രകാരം കുട്ടികൾക്കെതിരെ ലൈംഗിക പീഡനങ്ങൾ നടത്തിയവർ കുറ്റവാളികൾ എന്ന നിലയിൽ തന്നെയാണ് നിയമം കാണുക. അതായത് അവരുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ബാധ്യത കുറ്റവാളികൾക്കാണ്. അവർ ഒരിക്കൽ കുറ്റാരോപിതരായിക്കഴിഞ്ഞാൽ, കുട്ടികൾ പറഞ്ഞ് അവർ ഞങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ കുറ്റവാളികളായി തന്നെ കാണുന്നു എന്നും തിരിച്ചറിയുക. കുട്ടികളെ അത്രയും സ്നേഹിക്കുന്ന ഒരു നിയമ സംവിധാനം ഉള്ളതുകൊണ്ടാണ് ഇത് സാധിക്കുക. നമുക്ക് ഒരുമിച്ച് തന്ന ഭാവിയുടെ വാഗ്ദാനങ്ങളെ, ഇന്ത്യയുടെ ഭാവിയെ സംരക്ഷിതമാക്കുവാൻ, സുരക്ഷിതരാക്കുവാൻ ശ്രമിക്കാം.